ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. പക്ഷേ ഇത് പോസ്റ്റ് ചെയ്യാൻ കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോൺ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്ത് കഴിഞ്ഞു വെച്ചാൽ അതിൻ്റെ ഒപ്പം ഞാൻ കിടന്ന് ഉറങ്ങും ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ ഉണ്ണി ഡിസ്ചാർജ് ചെയ്ത് വന്നതിന് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ അവൻ്റെ സ്വഭാവം ഇപ്പോഴത്തേക്കാളും നല്ല മാറ്റമുണ്ട് കേട്ടോ. കാരണം അന്ന് അവൻ ഭയങ്കര നല്ല ഉറക്കം അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ പിന്നെ ഓരോ ദിവസവും ഓരോ സ്വഭാവമാണ് ചെക്കന്. ഇവനെ ഫീഡ് ചെയ്യിപ്പിച്ചതിന് ശേഷം അമ്മ കുറെ നേരം എടുത്തിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മോട് കുറച്ചു നേരം പോയി കിടക്കാൻ പറഞ്ഞപ്പോൾ അമ്മ പോയിട്ട് അവിടെ കിടന്നേക്കാണ്. അപ്പൊ പിന്നെ ആദർശമായിട്ട് എനിക്ക് വന്നിരിക്കുന്നത്. സത്യം പറയാച്ചാൽ നമ്മൾ 3 പേരും ഉറങ്ങാറില്ല രാത്രി ആകുമ്പോൾ. ഇവന്റെ ഓരോ കൈവ ഒന്നിലേക്ക് മൂത്രം ഒഴിക്കുമ്പോഴും അപ്പിടുമ്പോഴും ഒക്കെ ആദർശൻ തന്നെയാട്ടോ എല്ലാ കാര്യങ്ങളും നോക്കാറ്. പിന്നെ ഇവനെ ഫീഡ് ചെയ്യിപ്പിക്കാനുള്ളതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാനും ഈ കണ്ടു തുറന്നിങ്ങനെ ഇരിക്കണം. ഇവനെ ഫീഡ് ചെയ്യിപ്പിക്കേണ്ട കാര്യം കുറച്ച് ടാസ്ക് ആട്ടോ. ഇവന് ഞാൻ ബ്രസ്റ്റ് ഫീഡും ചെയ്യും, അതുപോലെ തന്നെ ബ്രസ്റ്റ് പമ്പ് വെച്ചിട്ട് പാലടിച്ചിട്ട് അങ്ങനെ കൊടുക്കും ചെയ്യൂട്ടാ. അപ്പം അതിന് ആദർശേട്ടൻ വേണം ഈ ഗോകർണത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കറിയില്ല, ചേട്ടൻ തന്നെയായിട്ട് എപ്പോഴും കൊടുക്കാറ്. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ 2 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ ഇടവിട്ടിട്ട് ഇങ്ങനെ എനിക്ക് കൊടുക്കണം. കാരണം നമ്മുടെ ഉറക്കമൊക്കെ സത്യം പറയാച്ചെങ്കിൽ ഫുള്ള് പോയി. പിന്നെ ആദർശേട്ടൻ ഭയങ്കര എക്സ്പേർട്ടായിട്ടത് ഇങ്ങനെ വിരിച്ചിട്ടൊക്കെ ഉണ്ണീനെ ഫുൾ കവർ ചെയ്തിട്ടൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനെ എങ്ങനെയൊക്കെ ഉറക്കി അതിന് ശേഷം അവനെ കെടുത്താൻ കൊണ്ടുപോകട്ടോ. അപ്പോൾ അവനെ ഫുള്ള് പൊതിഞ്ഞ് കവർ ചെയ്തിട്ട് നമ്മൾ ചെറിയ ഇതിൽ AC ഇടും. ഒരു 28 ആയിട്ട് AC ഇട്ട് വെക്കൂട്ടോ. ഭയങ്കര ചൂടാട്ടോ ഇവിടെ. അങ്ങനെ ഫാൻ കുറച്ച് നേരം ഇടും, എന്നിട്ട് ഓഫ് ആകും. ഫാൻ വെച്ചാൽ ഭയങ്കര സ്പീഡാണ്. അത് മറ്റേ കൺട്രോൾ ചെയ്യാനുള്ള സംഭവം ഫാനിൻ്റെ നമ്മൾ സ്പീഡ് കൂട്ടും കുറയ്ക്കും ചെയ്യുള്ളൂ. അത് നമ്മുടെ ഇതും ഇല്ല. അത് കാരണം നമ്മൾ ശരിക്കും പെട്ടുപോയിട്ടാ. അപ്പോൾ ഫാൻ കുറച്ച് നേരം ഇടും. പിന്നെ അവനെ ഫുൾ കവർ ചെയ്തിട്ട് നമ്മുടെ നെറ്റ് ഉണ്ടല്ലോ, നെറ്റിൻ്റെ മുകളിൽ വലിയ ബ്ലാങ്കറ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ അവനധികം കാറ്റ് കിട്ടില്ല. AC വെച്ചെങ്കിൽ ഇടയ്ക്ക് ഭയങ്കര തണവ് കൂടുമ്പോൾ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ തുമ്മലൊക്കെ വരുമെന്ന് പേടിച്ചിട്ട് അങ്ങനെ നമ്മൾ കുറേ നേരം അങ്ങനെ AC ഇട്ട് വെക്കാറും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അവനെ ഫാൻ ഇട്ട് കിടക്കുന്നതാണ് ശരിക്കും കുറച്ചുകൂടി കംഫർട്ട്. ഭയങ്കര സ്പീഡായ കാരണമാണ് ആകെയുള്ളൊരു ബുദ്ധിമുട്ട് കേട്ടോ. പിന്നെ അത് ബ്ലാങ്കറ്റ് വെച്ച് നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ആദർശമായിട്ട് അവനെ ഫുൾ ഇങ്ങനെ പൊതിഞ്ഞ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും സത്യം പറയാച്ചെങ്കിൽ എനിക്ക് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. പിന്നെ മൂത്രം ഒഴിച്ചാലോ ഒപ്പിട്ടാലോ അതിൻ്റെ തുണി മാറ്റേണ്ട ആവശ്യമൊന്നും എനിക്ക് ഇങ്ങനെ വരാറില്ല കേട്ടോ. സത്യം പറയാച്ചെങ്കിൽ മിക്കതും ആദർശമായിട്ടും അമ്മേഞ്ഞായിട്ട് എല്ലാതും ചെയ്യാറ്. അപ്പോൾ പിന്നെ ഇതേ അവനെങ്ങനെ ഉറക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി നിർത്താട്ടോ. ഇപ്പോഴാണ് നമ്മുടെ കുഞ്ഞിച്ചക്കൻ കുറച്ചേശം കള്ളത്തരങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടാ. അന്ന് വെച്ചാൽ അവൻ ഉറങ്ങും, പക്ഷെ നമ്മൾ ഈ 2 മണിക്കൂർ 1.5 മണിക്കൂർ ഇടവിട്ടിട്ട് പാല് കൊടുപ്പിക്കണ കാരണേ നമ്മുടെ ഉറക്കവും പോവും. പിന്നെ ഇവൻ്റെ ഒരു ഉറക്കം അങ്ങോട്ട് സെറ്റാവില്ല. അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ പിന്നെ നിലത്ത് കിടത്തിയ അങ്ങനെ കരയും. അപ്പം അങ്ങനെ ആൾക്ക് ഇഷ്ടമല്ല നിലത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശേഷം നമ്മൾ എടുത്തിരിക്കണം. നമുക്ക് അച്ഛങ്ങ ഇവനെ കരയിന് കാണുമ്പോൾ അവനെങ്ങനെ വാശി പിടിപ്പിച്ചിട്ട് നിലത്ത് കിടത്താനും തോന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ടപ്പോൾ ചില ദിവസങ്ങളിൽ ഇവനെ ഞാൻ ഫീഡ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ നല്ല ഉറക്കം ഉറങ്ങൂട്ടാ. ആ സമയത്തൊക്കെ അമ്മ ഇതേപോലെ കുത്തിയിരുന്ന് അവനെ എടുത്തിരിക്കൂട്ടാ. പിന്നെ ഇത് അമ്മ തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ അമ്മ ഉണ്ണീനെ എടുത്തിട്ട് നേരെ അച്ഛൻ്റെ അടുത്ത് കൊണ്ട് എടുത്തുട്ടാ. പിന്നെ അവൻ കുറേ നേരം അച്ഛൻ്റെ അടുത്ത് നിന്ന് കളിക്കുക. അതുപോലെ തന്നെ കണ്ണുറന്നിട്ട് ഇങ്ങനെ ഇരുന്ന് അച്ഛനെ കളിപ്പിക്കും. എനിക്ക് അച്ഛൻ കൈയിൻ്റെ വേദന ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദന കേട്ടോ. എനിക്ക് ഇഞ്ചക്ഷൻ വെച്ചിട്ടേ ആ ഞരമ്പിൻ്റെ അവിടെ ചെറുതായിട്ട് മരുന്ന് കയറിയിട്ട് അവിടെ ഒരു തടിപ്പ്, പിന്നെ അത് ഭയങ്കര വേദന. ഒരു ഇടത്തെ കൈ ഫുള്ള് ഭയങ്കര വേദന. അപ്പം അച്ഛൻ ഒഴിഞ്ഞു തരും കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ പരട്ടിയിട്ട് ഉണ്ണിയുള്ള കാരണം മറ്റേ ഓയിൽമെൻറ്റോ കാര്യങ്ങളൊന്നും പറ്റാൻ പറ്റില്ലല്ലോ. അപ്പം അച്ഛൻ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ എടുത്തിട്ട് എനിക്ക് നന്നായിട്ട് പറ്റി തന്നു കേട്ടോ. എനിക്ക് ഈ കൈവേദന തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട് കേട്ടോ. എനിക്ക് അന്ന് 8ാം മാസത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് എൻ്റെ കൈമ ഡ്രിപ്പ് ഇട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടിട്ട് കൈയിൻ്റെ ഞരമ്പിൻ്റെ അവിടെ നിന്ന് ഒരു വേദന തുടങ്ങിയത്. അതിപ്പോഴും എനിക്ക് വേദനയുണ്ട് കേട്ടോ. ഇപ്പം പിന്നെ ഉണ്ണീനെ എടുക്കുമ്പോഴൊന്നും പെട്ടെന്ന് കൈക്ക് ബലം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഫുൾ ഉഴിഞ്ഞ് റെഡിയാക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി പോയിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മ ഇതേ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടായിരുന്നു കേട്ടോ. എനിക്ക് അച്ഛൻ എണ്ണ നന്നായിട്ട് തേക്കാൻ പറ്റില്ല. എണ്ണ തേച്ച് എനിക്ക് അപ്പോൾ പനി ജലദോഷം അങ്ങനത്തെ ഉണ്ട്. ഞാൻ തീരെ എണ്ണ തേക്കാത്ത ഒരാളാണ്. ഇപ്പം പിന്നെ എണ്ണ തേച്ചില്ലേ പറ്റുള്ളൂ. ഉണ്ണിക്ക് പാലും ഇതൊക്കെ കൂടണല്ലോ. അപ്പം എണ്ണ തേക്കാൻ ഞാൻ ഇപ്പം നിർബന്ധതയാണ്. അത് കാരണം ഇപ്പം അമ്മ നന്നായിട്ട് എണ്ണ തേച്ച് തരാട്ടാ. ഈ എണ്ണ എന്ന് വെച്ചാൽ റീനമ്മ പറഞ്ഞെന്താട്ടോ, എനിക്ക് വെച്ചാൽ എണ്ണ തേച്ച് അലർജി ഉണ്ടെന്ന് അറിയാലോ. അപ്പം നമ്മുടെ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല പിഴിഞ്ഞിട്ട് നമ്മുടെ സാധാ വെളിച്ചെണ്ണയിൽ അങ്ങനെ എന്തോ ചെയ്തിട്ടുള്ളൊരു എണ്ണയാണ് ഇട്ടത്. അപ്പോൾ കഞ്ഞിക്കൂർക്കലിൻ്റെ നീരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ജലദോഷം ഒന്നും അധികം വരില്ല. സംഭവം ശരിയാട്ടേക്ക് ഇത് തേച്ച് പിന്നെ എനിക്ക് അധികം അങ്ങനെ ജലദോഷത്തിൻ്റെ ഒക്കെ ആകെ ഒരൊറ്റ ദിവസം മാത്രമാണ് എനിക്ക് ഈ തുമ്മലൊക്കെ ആയിട്ട് ഞാൻ നടന്നിട്ടുള്ളൂ. പിന്നെയൊന്നും എനിക്ക് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. ഇത് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് അമ്മ തലയിൽ നന്നായിട്ട് തേച്ച് തരും കേട്ടോ. ഞാനും അമ്മ ഏറ്റവും കൂടുതൽ തല്ലോടുന്ന ഒരു സമയമാണ് ഞങ്ങളുടെ കുളിക്കുന്ന ടൈം കേട്ടോ. കാരണം ചൂട് പിടിച്ചിട്ടും മറ്റേ തുണി വലിച്ചു കെട്ടിയിട്ടും അയ്യോ എന്താ പറയുക, എത്രയും എനിക്ക് പ്രാന്തമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ മറ്റേ ആദ്യം എണ്ണ തേച്ച് അത് കഴിഞ്ഞ് ചൂടുവെള്ളം പിടിച്ചിട്ടും അത് കഴിഞ്ഞിട്ട് വീണ്ടും മഞ്ഞൾ തേച്ചിരുന്നിട്ടും എനിക്ക് വെച്ചാൽ മഞ്ഞൾ തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. മഞ്ഞൾ എനിക്ക്
പെട്ടെന്ന് എൻ്റെ മുഖത്ത് കുരു വരും മഞ്ഞൾ തേച്ച് വെച്ചെങ്കിൽ. ഞാൻ മഞ്ഞളൊക്കെ തേച്ചിട്ട് എത്രയോ വർഷങ്ങളായി. അപ്പോൾ മഞ്ഞൾ തേച്ച് കുളിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും എന്താ പറയുക, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതാച്ചെങ്കിൽ ചൂട് പിടിക്കുമ്പോൾ ഇടയ്ക്ക് ചൂട് കൂടും, അപ്പം അമ്മി ഞാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനാവും. അങ്ങനത്തെ ഒരു സമയമാണ്, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സമയമാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കണ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേഗം ഈ മഞ്ഞൾ തേപ്പും ഈ കുളിയൊക്കെ ഒന്ന് കഴിയണേ എന്നുള്ളൊരു പ്രാർത്ഥനയായിട്ടൊക്കെ ഇപ്പോൾ ഉള്ളത്. ഈ ഒരു കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒന്നല്ലെങ്കിൽ ഞാൻ കരയും അല്ലെങ്കിൽ അമ്മ കരയും. അത് ഉറപ്പുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം ഒന്നല്ലെങ്കിൽ എനിക്ക് പ്രഷർ കൂടും, ഒന്നല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രഷർ കൂടും. ചില സമയത്ത് എനിക്ക് എന്നെ പിടിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ചൂടുവെള്ളമൊക്കെ എടുത്തിട്ട് വയറ്റമ്മയ്ക്കൊക്കെ വെക്കുമ്പോൾ സംഭവം അങ്ങനെ വെച്ചാലാണ് നമ്മുടെ വയറൊക്കെ ഒന്ന് സെറ്റ് ആവുക. പക്ഷെ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും ആ സമയത്ത്. അപ്പം എനിക്ക് വായത്തൊക്കെ ഞാൻ വിളിച്ച് പറയും. ചില സമയത്ത് അമ്മയ്ക്ക് ഞാൻ തീരെ നിന്ന് കൊടുക്കാത്തപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പം അമ്മ എന്നെ കുറേ ചീത്ത പറയും, അപ്പം ഞാൻ കരയും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ. സത്യം പറയാച്ചെങ്കിൽ കുളിയുടെ കാര്യമാണ് ഏറ്റവും ടാസ്ക് പിടിച്ചൊരു കാര്യം കേട്ടോ. അങ്ങനെ ഇതേ എണ്ണയൊക്കെ തേച്ചതിന് ശേഷം എണ്ണ തലയിൽ പിടിക്കാൻ വേണ്ടിയിട്ടേ മുന്നേ ഞാൻ എണ്ണ തേക്കും തലയിൽ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പല്ല് തേക്കുക, ചായ കുടിക്കുക, അതൊക്കെ ചെയ്യാറുട്ടാ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പല്ല് തേക്കാൻ വേണ്ടി പോകാറുണ്ട്. എനിക്ക് ഈ സമയത്തൊക്കെ സ്റ്റിച്ചിൻ്റെ വേദന ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാലിങ്ങനെ പരത്തി വെച്ച് നടക്കുന്നത്. കാരണം എനിക്ക് ചില ദിവസങ്ങളിൽ സ്റ്റിച്ചുമ്പോൾ ഒരു പെയിനും ഉണ്ടാവില്ല, ചില ദിവസങ്ങളിലേക്ക് നല്ല വേദന ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ ചായ കുടിക്കുകയാണ്. ദോശയും സാമ്പാറും ചട്നി അങ്ങനെ എന്തൊക്കെയായിരുന്നു കേട്ടോ. അല്ല, ഇന്നുണ്ടായിരുന്നത് ചപ്പാത്തി മീൻകറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 1.5 ആഴ്ചയൊക്കെ എന്നോട് മറ്റേ നമ്മുടെ ചിക്കനൊന്നും മീൻ കഴിച്ചോളാൻ പറഞ്ഞായിരുന്നു, ചിക്കൻ കഴിക്കരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കനും ഫാസ്റ്റ് ഫുഡൊന്നും കഴിക്കരുത്, കാരണം ബാത്റൂമിൽ പോകുമ്പോൾ നമുക്ക് സീനാവും. എനിക്ക് അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഉണ്ണി ഉണ്ടായിട്ട് 2ാമത്തെ ദിവസം തോന്നുന്നു. ആ സമയത്ത് എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റാതെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് ഭയങ്കര പേടിയാവും, കാരണം നമുക്ക് ബാത്റൂമിൽ പോകുമ്പോഴും ആ സ്റ്റിച്ചിൻ്റെ പെയിൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ പേടിച്ചിട്ട് മറ്റേ ഫാസ്റ്റ് ഫുഡൊന്നും കഴിച്ചെടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ കഴിക്കരുത്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന്. പിന്നെ മരുന്നൊക്കെ തന്നിട്ടൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ കാലുമൊക്കെ ആകെ നീര് വന്നിട്ട് എനിക്ക് തീരെ സുഖമില്ലാതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മറ്റേ മരുന്നൊക്കെ തന്നപ്പോൾ എനിക്ക് പിന്നെയും ഓക്കെ ആയിട്ട്. പിന്നെ എന്നാലും ഇപ്പോൾ വീട്ടിൽ പോയാലും ഒരു 1.5 ആഴ്ചത്തോളം എൻ്റെ അടുത്ത് ചിക്കനൊന്നും തീരെ കഴിക്കരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. പിന്നെ മീൻ കറിയും ചപ്പാത്തിയും കൂടിയിട്ട് ഞാൻ ചായ കുടിക്കട്ടോ. സമയം ഇങ്ങനെ പൊക്കോണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചായ കുടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുളിച്ചതിന് ശേഷം വേണം ഉണ്ണീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ഉണ്ണീനെ കുളിപ്പിക്കും. ഉണ്ണീനെ കുളിപ്പിച്ച് പാലൊക്കെ കൊടുത്ത് അവനെ കെടുത്തിയതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ പോകാറ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഇത് 2ാമത്തെ ദിവസം ഡെലിവറി കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്ത് വന്നതിൻ്റെ 2ാമത്തെ 3ാമത്തെ ദിവസത്തെ ഒരു വ്ളോഗാട്ടോ. പക്ഷെ ഇത് ആ സമയത്തേക്ക് എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇപ്പോഴും അതേട്ടയ്ക്ക് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉറക്കം വന്ന് എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞുകൊണ്ട് കേട്ടോ. പിന്നെ ഉണ്ണിക്ക് മഞ്ഞുള്ള കാരണം അവനെ വെയിൽ കൊള്ളിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പം അമ്മ ഇത് അവിടെ ഇരുന്നിട്ട് വെയിൽ കൊള്ളിപ്പിക്കുന്നുണ്ട്. പലരും പല അഭിപ്രായം പറഞ്ഞിട്ട് നമ്മളതിനെ ഭയങ്കര കൺഫ്യൂഷൻ ആക്കണം കേട്ടോ. കുറേ പേര് പറഞ്ഞു ഉണ്ണീനെ വെയിൽ കൊള്ളിപ്പിക്കുമ്പോൾ ഉണ്ണിയുടെ കണ്ണും എന്തെങ്കിലും കെട്ടി കൊടുക്കണം. ചിലർ പറഞ്ഞ് കണ്ണുമൊന്നും വെക്കാൻ പാടില്ല. അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനായി. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ വിളിച്ചു നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കേട്ടോ, കണ്ണിക്ക് ചെറുതായിട്ട് വെയിൽ കൊള്ളിപ്പിക്കണം, കണ്ണൊന്നും കെട്ടണ്ട, അവനെ ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് സാധാ നോർമലായിട്ട് ഇങ്ങനെ വെയിൽ കൊള്ളിപ്പിക്കാനായിട്ട് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ഡോക്ടറെ വിളിച്ചു നോക്കുക. അല്ലാതെ പലരുടെയും പല അഭിപ്രായം കേൾക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും മെന്റലി ഭയങ്കര പ്രഷർ കയറും കേട്ടോ. പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. എനിക്ക് ശരിക്കും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തേട്ടാ. കാരണം ഡോക്ടർ നമുക്ക് ഇങ്ങോട്ട് വരണ വഴിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഇപ്പോൾ എനിക്കായാലും അമ്മയ്ക്കായാലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ ഓരോരുത്തർ കാണാൻ വരുമല്ലോ. ആ കാണാൻ വരുന്ന സമയത്ത് പലർക്കും പല അഭിപ്രായങ്ങളാണ്. അതുവരെ എൻ്റെ അമ്മ നല്ല സെറ്റായിട്ട് നിൽക്കണ അമ്മയാവട്ടെ. അത് കഴിഞ്ഞിട്ട് ഇവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ അമ്മയ്ക്ക് പിന്നെ അമ്മ ചെറുതായിട്ട് അങ്ങോട്ട് എൻ്റെ അമ്മയുടെ മനസ്സങ്ങോട്ട് ചാഞ്ചാടും. അപ്പൊ പിന്നെ ഞാനും അമ്മയും തമ്മിൽ അടി തുടങ്ങും. അതാണ് പ്രശ്നം. ഹലോ, അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇറങ്ങിയുള്ളൂ. കുറേ 2 മണിക്കൂർ എന്തായാലും ബാത്റൂമിൽ ഉറപ്പാണ് കുളിക്കാൻ കയറിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞളൊക്കെ തേച്ച് കുളിക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ മഞ്ഞളൊക്കെ തേച്ച് കുളിക്കുന്നുണ്ട്. മഞ്ഞൾ, എണ്ണ, പിന്നെ വേതുവെള്ളം, ആ സംഭവമൊക്കെ വെച്ചിട്ട് കുളിക്കുന്നുണ്ട്. അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ സെറ്റായി. ഉണ്ണീനെയും കുളിയൊക്കെ കഴിഞ്ഞ് ഉണ്ണിയും അവിടെ നല്ല ഉറക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ഉള്ളിച്ചോറ് അങ്ങനെ എന്തോ സംഭവം ഉണ്ടാക്കുന്നുണ്ട്, അത് കഴിക്കണം. പിന്നെ അതേ മഞ്ഞളൊക്കെ തേച്ച് ഫുൾ സെറ്റായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ അവൻ ഉറങ്ങുകയാണ്. ഇനിയിപ്പോൾ ആ ചോറ് വെച്ചിട്ട് വേഗം കുറച്ച് നേരം എനിക്കും കിടക്കണം. നമ്മുടെ ഡെലിവറിയുടെ ഇത് എഡിറ്റ് ചെയ്യാനുണ്ട്, അത് വേഗം എഡിറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. കുറച്ച് മടിയില്ല കേട്ടോ, എല്ലാം കൊണ്ട് എത്തുന്നില്ല. രാത്രി എഡിറ്റ് ചെയ്യാൻ ഇരിക്കാൻ വിചാരിച്ചാൽ എനിക്കും പിന്നെ ഇവനെ ഫീഡ് ചെയ്യും. അപ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടുന്നില്ല. അപ്പോൾ ഞാനത് അവിടെ അങ്ങനെ ബാലൻസ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഏറ്റെടുത്ത കുറേ പേര് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ, എന്തിനാ ഇപ്പോൾ PR പ്രൊമോഷൻ വർക്കൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ നമ്മൾ ഡെലിവറിക്ക് മുന്നേ നമ്മൾ കമ്മിറ്റ് ചെയ്ത പ്രൊമോഷൻ വർക്കായിരുന്നു. അപ്പോൾ അത് നമുക്ക് നമ്മൾ
നമ്മളൊരാളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് നമ്മളത് ചെയ്യാതിരുന്ന മോശമല്ലേ. അപ്പോൾ അതെന്തായാലും കുറച്ചുണ്ട്. നമ്മുടെ ഡെലിവറി ഒരു 8-9 എന്നൊക്കെ ഒരു റേഞ്ചിലായിരുന്നു. അപ്പോൾ അതിനൊക്കെ മുന്നേ ചെയ്യാൻ വെച്ചതായിരുന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് 6-ാം തീയതിക്ക് ഡെലിവറി ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകെ ലാഗായി. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഉള്ള PR എടുത്തൊക്കെ ഞാൻ വേഗം ചെയ്ത് തീർക്കണം. അപ്പോൾ പിന്നെ ഉണ്ണി ഉറങ്ങുന്ന സമയത്താണ് നമുക്കെല്ലാം സെറ്റാക്കാൻ പറ്റുള്ളൂ. എന്നാലും ഉറങ്ങാല്ലെങ്കിലും ആ വലിയ സീനില്ല കേട്ടോ, പാവാണ്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കിടന്നോളും, വലിയ അലമ്പൊന്നുമില്ല, പാവാണ്. അപ്പോൾ എന്തായാലും ഞാനിനി കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കട്ടെ. കുളി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. മണക്ക് അമ്പോ സൂപ്പറാണോ? സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് തോൽക്കും. ഒരു കുഞ്ഞലമാരി ഉണ്ടാക്കി ഇതേപോലെ. പിന്നെ ഫുള്ള് റെസ്റ്റ് കെടുത്തൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ വൈകിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല. പിന്നെ കിടത്തം തന്നെയാണ്, മലന്ന് കിടക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മലന്ന് കിടപ്പ് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അമ്മ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട്, അപ്പോൾ നമ്മുടെ കുഞ്ഞിച്ചക്കൻ നൈസായിട്ട് എണീറ്റുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടതേ അതിനെ എടുത്തെടുക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എടുക്കാം, ചേട്ടനോട് പോയിട്ട് ഞാൻ ചായ കുടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ണീനെ എൻ്റെ അടുത്ത് തന്നിട്ട് ചേട്ടൻ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. ചേട്ടനെ രാവിലെ ആകുമ്പോൾ ഉള്ളിച്ചോറ് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ. അമ്മയെ ചെങ്ങപ്പോൾ കുറേ ഉള്ളിച്ചോറ് അങ്ങനെ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് വേണ്ടത് മാത്രമായിട്ട് ഞാൻ കഴിച്ചുള്ളൂ. സംഭവം ഇത് കഴിക്കുമ്പോൾ പെട്ടെന്ന് തടിക്കുകയെ, കാരണം ഈ ചോറിൽ എണ്ണയും നെയ്യും ഉള്ളിയും കൂടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കണതാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റ്. എന്നാലും പിന്നെ ശരീരത്തിന് നല്ലതാണല്ലോ വിചാരിച്ച് കഴിക്കാൻ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രസവരക്ഷ അത് എന്നൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് അധികം കൂട്ടരുത്, നന്നായിട്ട് നോക്കിയിട്ട് ചെയ്യണം, ഓവറായിട്ടൊന്നും കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നിനക്ക് വേണ്ട ഫുഡ് തീ കഴിക്കുക, അല്ലാതെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങൾ അങ്ങനെ കഴിക്കരുത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഞാൻ കുറച്ച് മാത്രമായിട്ടേ കഴിച്ചുള്ളൂ. പിന്നെ ബാക്കി ആദർശേട്ടനെ അത് ചൂടോട് കഴിക്കാച്ചെങ്കിൽ നമുക്ക് പിന്നെയും കുഴപ്പമില്ല. ചൂടാറിയിട്ട് കഴിക്കാൻ അധികം ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ചേട്ടൻ കഴിക്കുമ്പോൾ തീരെ ചൂടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ആദർശേട്ടൻ അങ്ങനെ കഴിക്കുമ്പോൾ ഞെരിങ്ങുന്നുണ്ടായി കഴിക്കും, മതിയിടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മര്യാദക്ക് കഴിച്ചത് കൊണ്ട് ആദർശേട്ടൻ നിർബന്ധിച്ചിരുത്തി കഴിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ ആർഷടി സാധനം തൊടാൻ വന്നിട്ടില്ല. ഈ ഒരു ദിവസം മാത്രമാണ് ഇത് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ കുഞ്ഞിച്ചക്കനെ അങ്ങനെ കളിപ്പിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ഇരിക്കട്ടെ, TV ഒക്കെ കണ്ടിട്ട് ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ചേട്ടന് പുറത്ത് പോകാണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ വിഷ്ണുവേട്ടൻ പിറ്റേ ദിവസം തിരിച്ച് ഗൾഫിൽ പോവായിരുന്നു. അപ്പോൾ ചേട്ടന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട്. അപ്പോൾ ആദർശേട്ടൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ അങ്ങോട്ട് പോകണത് കഴിച്ചിട്ട് വേണം വിഷ്ണുവേട്ടൻ ഒപ്പം പോകാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനി വിഷ്ണുവേട്ടൻ്റെ കൂടെയും പോയി കഴിഞ്ഞാൽ പിന്നെ ആദർശേട്ടൻ ഇവിടെ ആകെ ഒറ്റയ്ക്കായ പോലെ കേട്ടോ. കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടേ ഭയങ്കര ബോണ്ടായിപ്പോയി. അങ്ങനെ നമ്മുടെ ചെക്കനെ അവിടെ ഉറക്കി കെടുത്തി ചെക്കൻ കോട്ടുവായൊക്കെ ഇടുന്നുണ്ടാ. ഡെലിവറിയുടെ ഒരു ടൈമിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ ബന്നും അതുപോലെ തന്നെ കട്ടൻ കാപ്പി ഇട്ടാ. കാപ്പി ഒന്നും തീരെ കുടിച്ചിടുന്നില്ല. ഈ ഡെലിവറിയുടെ തലേ ദിവസം തൊട്ടിട്ടാണ് എനിക്ക് കാപ്പി തന്നു തുടങ്ങിയിട്ട്. അതുവരെ കാപ്പി കുടിക്കാൻ തീരെ സമ്മതിച്ചിരുന്നില്ല കേട്ടോ. അപ്പോൾ ആശയുടെ എപ്പോഴും ഇതുപോലെ ബന്നും റസ്കൊക്കെ അങ്ങനെ സ്റ്റോക്കാക്കി വെക്കും. അപ്പം ഞാൻ ചായയൊക്കെ കുടിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 6:30 ആകുമ്പോൾ നമ്മുടെ കുഞ്ഞിച്ചക്കൻ അമ്മ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ അമ്മ മേല് തുടച്ചു കൊടുക്കൂട്ടാ. കുളിപ്പിക്കില്ല, മേല് തുടച്ചെടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആദർശേട്ടൻ അമ്മമ്മേനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് അമ്മമ്മേനൊക്കെ കൊണ്ടിട്ട് കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് നാള് അമ്മയ്ക്ക് ഒരു ഹെൽപ്പായിട്ട് അമ്മമ്മ ഇവിടെ ഒപ്പം ഉണ്ടാവും കേട്ടോ. കുട്ടിക്കും കുളിക്കുമ്പോ പിന്നെ ഞാൻ പോയിട്ട് വീണ്ടും മലർന്ന് കിടന്നു കേട്ടോ. ഈ കിടന്ന് എനിക്കും അടുത്ത് സത്യം പറയാ വെച്ചെങ്കിൽ പിന്നെ ഇങ്ങനെ വെറുതെ കിടന്ന് ഫോൺ നോക്കാൻ പറ്റില്ല. ചിലപ്പോൾ മലർന്ന് കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോട്ടാ. പിന്നെ നോക്കുമ്പോൾ അച്ഛൻ ഉണ്ണീനെ എടുത്തിട്ട് അതേ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അച്ഛന് ഫസ്റ്റ് ദിവസം എടുക്കാൻ പേടിയായിരുന്നു. പിന്നെ ഒരു സെക്കൻഡ് ഇത് ഇന്നോട് ടച്ച് എടുക്കാനൊക്കെ തുടങ്ങി. അച്ഛൻ കുറേ നേരം മടിയിൽ അച്ഛൻ പണി മാറ്റി വന്ന് കുളി കഴിഞ്ഞു വെച്ചെങ്കിൽ അവനെടുത്തിരിക്കും. അപ്പൊ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. എന്തായാലും അവിടെ നിന്ന് കളിക്കട്ടെ. ചെറുപ്പം കരയുന്നുണ്ടാവും. അമ്മമ്മേ ഒരു 16 വന്തി വന്ന് വിളിക്കുമോ തീർന്നിട്ടിന്നെ. എന്നിട്ട് ഞാൻ വലിയ സ്വർണ്ണല്ലേ, ഇവൻ കുഞ്ഞു സ്വർണ്ണല്ലേ, എന്നെ കുളിപ്പിച്ച കുട്ടികളെ പോലെ പിന്നെ വലുതാക്കട്ടെ കേട്ടാ. നമ്മുടെ കുട്ടി തന്നെ ഇട്ടാറ്
നമ്മുടെ തേജപ്പൻ്റെ വർത്താനായിട്ട് അമ്മ പറയണ അമ്മമ്മയുടെ അടുത്ത്. പിന്നെ നമ്മുടെ കുഞ്ഞിച്ചക്ക അവിടെ ഉറങ്ങുകയാണ്. പിന്നെ വിഷ്ണുവേട്ടൻ നാളെ തിരിച്ചു പോവാണ്. അപ്പോൾ ചേട്ടൻ തലേ ദിവസം വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അച്ഛൻ മരുന്ന് കുടിക്കേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റേതായ കാര്യത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ചേട്ടൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞിട്ട് ഞാൻ വീണ്ടും റൂമിലേക്ക് തന്നെ പോന്നു. പിന്നെ ഇതാ രാത്രി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തെ അങ്കാട്ടി കാണുന്നത്. ഉണ്ണിക്ക് അന്ന് 2 ദിവസം ഉണ്ണി അപ്പിടാതിരുന്നപ്പോൾ ആദർശാണ് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആദർശാട് മോനെ അപ്പിട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പിട്ടപ്പോൾ എന്താ സന്തോഷം. മുന്നൊക്കെ എന്ന് വെച്ചാൽ ഉണ്ണിയുള്ള മൂത്രമൊക്കെ ആദർശമായിട്ട് നോക്കും. പക്ഷേ ഈ അപ്പി വരാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അപ്പിടുമ്പോൾ കാണുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. കൈമെന്ന് ആയാലും ഒരു പ്രശ്നമില്ല. ഫുള്ള് ഉണ്ണിയുടെ അപ്പിടലും ഇതൊക്കെ നോക്കുക ആദർശാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവനെ ഫുള്ള് ക്ലീനാക്കി തുടച്ച് അവനെ ഫുള്ള് ഇങ്ങനെ റാപ്പ് ചെയ്ത് കെടുത്തു വെച്ചെങ്കിൽ അവ അങ്ങനെ കെടുക്കൂട്ടാ. ഇത് ഈ സമയത്ത് മാത്രമായിട്ട് ഇങ്ങനെ കെടുക്കുള്ളൂ. ഇപ്പം അങ്ങനെ കെടുക്കില്ല. ഇപ്പം ഫുള്ള് കൈ കൊണ്ട് ഉന്തിയിട്ടും കാലുകൊണ്ട് ഉന്തിയിട്ടൊക്കെ പുതപ്പ് മേത്തുനിന്ന് എടുത്ത് കളയും. ഒരാഴ്ച നമ്മൾ ഡിസ്ചാർജ് ചെയ്തിട്ട് ഒരു 1.5 ആഴ്ചയൊക്കെ ആൾ ഇങ്ങനെ പൊതിഞ്ഞു കൊടുത്ത് കഴിഞ്ഞു വെച്ചെങ്കിൽ നല്ല സുഖമായിട്ട് കിടക്കും. വാടിച്ചെന്തിരി